ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിതാ മറ്റൊരു ടേസ്റ്റി വിഭവമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരുമിച്ച് തയ്യാറാക്കാൻ പോകുന്നത് ഗ്രിൽഡ് വെജിറ്റബിൾ ചിക്കനാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇവയാണ്. ആദ്യമായി ചിക്കൻ 2 കിലോ. നമ്മളതിനായിട്ട് നെഞ്ചിൻ്റെ ഭാഗമാണ് ഏറ്റവും നല്ലത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 4 പീസ് നെഞ്ചിൻ്റെ ഭാഗവും ഒരു 3 പീസ് കാലുമാണ്. ഇഞ്ചി പേസ്റ്റാക്കിയത് ഒരു 50 ഗ്രാം, വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ഒരു 50 ഗ്രാം, ചെറുനാരങ്ങ 3 എണ്ണത്തിൻ്റെ നീര് പിഴിഞ്ഞെടുത്തത്, സവാള 3 എണ്ണം അരിഞ്ഞത്, തക്കാളി 3 എണ്ണം അരിഞ്ഞത്, പച്ചമുളക് ഒരു 7 എണ്ണം, വെളുത്തുള്ളി 20 എണ്ണം, ഇഞ്ചി 4 കഷ്ണം, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1 ടീസ്പൂൺ, കറയാമ്പു ഒരു 5 എണ്ണം, വലിയ ജീരകം ഒരു 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ഏലക്ക ഒരു 3 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്. എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ നിങ്ങൾ ഈ കാണുന്നത് പോലെ വരഞ്ഞെടുക്കുക. നമുക്കറിയാവുന്നതുപോലെ മസാല നന്നായിട്ട് മാംസത്തിൽ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം ആഴത്തിൽ വരയരുത്. കാരണം ചിക്കനിൽ വെജിറ്റബിൾ ഫില്ല് ചെയ്യാനായിട്ടുള്ള സ്പേസ് നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ബേസനിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് ഇഞ്ചിയുടെ പേസ്റ്റാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ഇത് രണ്ടും ഒരു 50 ഗ്രാം വീതമാണ്. അടുത്തതായിട്ട് നമ്മൾ 3 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു വെച്ചിരുന്നത് അതാണിപ്പോൾ ആഡ് ചെയ്തത്. ആ ചെറുനാരങ്ങയുടെ നീരെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അരിച്ചെടുത്തതായിരിക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഈ 4 ചേരുവകളും കൂടി ഇതുപോലെ സ്പൂണ് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം അത് വീണ്ടും ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇതാണ് നമ്മൾ വരഞ്ഞു വെച്ച ചിക്കനിലേക്ക് ഇതുപോലെ ഈ പേസ്റ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ആ വരഞ്ഞ പാടുകളിലെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നന്നായിട്ട് ചെല്ലത്തക്ക രീതിയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഈ ചേരുവകൾ ചിക്കത്തിൽ ഇതുപോലെ പിടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് വേകാനായിട്ട് ഇത് സഹായമാണ്. പിന്നെ ഇതിൻ്റെതായ ചേരുവകളുടെ ടേസ്റ്റും പ്രത്യേകമായ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടും. ഇതുപോലെ എല്ലാ പീസിലും നന്നായിട്ട് പിടിപ്പിക്കുക. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരുമാതിരി എല്ലാ പീസും നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 15 മിനിറ്റ് നേരം ഫ്രീസറിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കും. ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ആയ സവാള നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ്. അടുത്തതായി തക്കാളി അരിഞ്ഞതാണ് ഇട്ടത്. ഇത് വെളുത്തുള്ളി ഒരു 20 അല്ലി, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, ഇനി നമ്മളിടുന്നത് ചെറിയ ജീരകം 1 ടീസ്പൂൺ, അടുത്തതായിട്ട് നമ്മൾ ഇടുന്നത് കരയാമ്പ 5 പീസ്, ഇത് പെരുംജീരകം ഒരു 3/4 ടീസ്പൂൺ, ഇത് ഏലക്ക ഒരു 5 എണ്ണം, ഇത് കുരുമുളക് പൊടി,
ടീസ്പൂൺ. ഇത് നമ്മൾ സാധാ മുളക് പൊടിയാണ്, അതൊരു ടീസ്പൂൺ. ഇനി നമ്മൾ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, ഇത് 2 ടീസ്പൂണാണ്. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ല കളർ കിട്ടാൻ വേണ്ടിയൊക്കെയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത് ഗരം മസാല 1 ടീസ്പൂൺ. അടുത്തായിട്ട് നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടിയാണ്, ഇതും 1 ടീസ്പൂൺ. ഇനി ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. നമുക്ക് അതിനായിട്ടുള്ള കനൽ നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് മരക്കരിയാണ്. മരക്കരി തീ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 3-4 ചിരട്ട അതിലിട്ട് കത്തിക്കുക. ഈ കാണുന്ന വെജിറ്റബിൾസ് ആണ് നമ്മൾ ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതിൽ ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, തക്കാളി ഉണ്ട്, അല്പം കുരുമുളക് പൊടിയുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്. നമ്മൾ മസാല പുരട്ടി ഫ്രിഡ്ജിൽ 4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമ്മളിത് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഫോയിൽ പേപ്പറൊക്കെ മാറ്റി നമ്മളിനി ഇതിലേക്ക് വെജിറ്റബിൾ നമ്മളിനി ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ പോണേ. നമുക്കതെങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു കത്തി കൊണ്ട് ഇതുപോലെ വരയണം നന്നായിട്ട്. നമ്മളിതുപോലെ വരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ നെഞ്ചിൻ്റെ ഭാഗം വാങ്ങിച്ചാൽ നന്നായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞത്. നെഞ്ചിൻ്റെ ഭാഗമാകുമ്പോൾ നല്ല മാംസമുള്ള വശമായിരിക്കുള്ളൂ. അപ്പം നമുക്കിതുപോലെ നന്നായി വരഞ്ഞ് വെജിറ്റബിള് അതിൽ ഫില്ല് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. മറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഇപ്പോൾ ഈ നിങ്ങൾ കാണും പോലെ
കത്തി കൊണ്ട് വരഞ്ഞു വരുമ്പോൾ അവിടെ മസാല ശരിക്കും ചെന്നിട്ടില്ലെങ്കിൽ അവിടെ അല്പം ഇതുപോലെ മസാല തേച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് വേണം നമ്മൾ വെജിറ്റബിൾ ഫില്ല് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഈ വെജിറ്റബിൾ ഫില്ല് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചീസോ ബട്ടറോ ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇതുപോലെ എല്ലാ പീസും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഗ്രില്ല് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്കിനി ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കരി കത്തിച്ചിരുന്നു, അതൊക്കെ നല്ല കനലായിട്ട് കിടക്കുകയാണ്, നന്നായിട്ട് ചൂടായിരിക്കണം. അതിലേക്കാണ് നമ്മൾ ചിക്കൻ്റെ ഓരോ പീസും നമ്മളിപ്പോൾ പെറുക്കി വെക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ പീസ് വെച്ചിരിക്കുന്ന ആ ഗ്രില്ലിൽ വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. വെളിച്ചെണ്ണ പിടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിത് മറിച്ചിടുമ്പോഴേക്കും ചിക്കൻ്റെ പീസ് ഗ്രില്ലായിട്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനാണ് അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേക്കണമെന്ന് പറയുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഒരുമാതിരി ഒരു ചെറിയ രീതിയിലൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഈ കാണും പോലെ 2 കമ്പി കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ മറിച്ചിടുക. ഇത് ശരിക്കും ഈ വശം വെന്തിട്ടില്ല, ഒരു പകുതി ചെറിയൊരു വേവ് വരെ ആയിട്ടുള്ളു. ഈ വശം കൂടി വെന്തതിന് ശേഷം നമ്മൾ വീണ്ടും മറിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മളത് വേവിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ മറിച്ചിട്ട ഈ ഭാഗത്ത് നമ്മളിനി കുറച്ച് നാരങ്ങയുടെ നീരാണിത്, നാരങ്ങ പിഴിഞ്ഞ് വെച്ചതാണ് നമ്മളിപ്പോൾ തേച്ച് കൊടുക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസിലൊരു പുളിപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും, അതുപോലെ പെട്ടെന്ന് വേകാനും സഹായമാണിത് നാരങ്ങ നീര്. അതിന് വേണ്ടിയാണ് നമ്മൾ നാരങ്ങ നീര് തേച്ച് കൊടുത്തത്. നമ്മുടെ ചിക്കൻ്റെ 2 വശവും ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ അതിൻ്റെ സൈഡ് വശം വേകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ചരിച്ച് വെക്കുന്നത്. അതായത് നമ്മൾ ആ വെജിറ്റബിൾ ഫില്ല് ചെയ്ത ഭാഗം വേകണം. അതിന് തക്കവണ്ണം നമ്മളിപ്പോൾ ഇത് ചരിച്ച് വെക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിൽ ആ വെജിറ്റബിളും നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ ചിക്കൻ ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷൻ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് ഗ്രില്ല് ചെയ്യാം. നമ്മളതിനായിട്ട് ആദ്യം ഗ്രില്ലിൽ വെളിച്ചെണ്ണയാണ് ഇപ്പം നമ്മൾ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾ ഫില്ല് ചെയ്ത പീസാണ് നമ്മൾ ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് വേകാനായിട്ടും നമുക്ക് സഹായമാണ്. ഒരു വശം
മൊരിഞ്ഞിട്ടുണ്ട്. നമ്മളത് മറിച്ച് വെക്കുകയാണ്. മറിച്ച് വെച്ച ആ ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇനി നമ്മളിപ്പോൾ ഇത് ഇത്തിരി വെളിച്ചെണ്ണയാണ് ഇപ്പം തേച്ച് കൊടുക്കുന്നത്. വേണ്ട നമ്മളുടെ പീസ് എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വെന്തിട്ടുണ്ട്. നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഗ്രിൽഡ് വെജിറ്റബിൾ ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നമ്മളിത് 2 കോട്ടിംഗ് ആയിട്ട് പേസ്റ്റും മസാലയും എല്ലാം പുരട്ടി ഗ്രില്ല് ചെയ്യുന്നത് കൊണ്ട് വളരെ ടേസ്റ്റിയാണിത്. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ള ഫാമിലിയിലുള്ള എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്യണം. നിങ്ങളിത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ബെൽ ബട്ടനും അമർത്തുക. വീണ്ടും ഞങ്ങൾ മറ്റൊരു രുചികരമായ വിഭവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരേക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.